നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പാലക്കാട് കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ലാത്തിചാർജിൽ പ്രവർത്തകന്റെ തലയ്ക്ക് ഗുരുതര പരിക്ക്. പിരിഞ്ഞുപോകാൻ തയ്യാറാകാതിരുന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. മുഖ്യമന്ത്രിയെയും മകളെയും സംരക്ഷിക്കേണ്ടി വരുന്നത് CPM-ന്റെയും സർക്കാരിന്റെയും ഗതികേടെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി N. വൈശാഖ്. പാർട്ടിക്ക് പണം സമാഹരിക്കാൻ ബാങ്കിൽ നിന്ന് കക്കേണ്ട ആവശ്യമില്ലെന്ന് K. രാധാകൃഷ്ണൻ MP. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ CPM DC ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്ന് ED-യെ ബോധ്യപ്പെടുത്തി. അന്തിമ തീരുമാനം ED-യുടേതാണെന്നും നിജസ്ഥിതി ഉദ്യോഗസ്ഥർക്ക് ബോധ്യമായിട്ടുണ്ടെന്നാണ് കരുതുന്നതെന്നും K. രാധാകൃഷ്ണൻ. പ്രതികരണം: കേസിൽ MP-യെ സാക്ഷിയാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ച പശ്ചാത്തലത്തിൽ K. രാധാകൃഷ്ണനെ 7 മണിക്കൂർ ചോദ്യം ചെയ്തു. CITU തൊഴിലാളികളെ രൂക്ഷമായി വിമർശിച്ച് വ്യാപാരി നേതാവ് ബാബു കോട്ടയിൽ. കാലത്തിന്റെ ഗതിവേഗത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയാത്തവർ നാടിന്റെ ശാപം. കോട്ടക്കിണറിലെ തവളയ്ക്ക് ലോകമെന്നാൽ അതുമാത്രം. കോടതി വിധി അംഗീകരിക്കാതെയും നോക്കുകൂലി ആവശ്യപ്പെട്ടും CITU വ്യാപാരിയെ ദ്രോഹിക്കുകയാണെന്നാരോപിച്ച് കുളപ്പുള്ളിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ധർണ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ തലയ്ക്ക് പരിക്കേറ്റു. മുഖ്യമന്ത്രിയും മകളും ചേർന്ന് കാട്ടുകൊള്ള നടത്തിയിട്ടും ന്യായീകരിക്കുന്ന CPM നിലപാട് വിചിത്രമാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി N. വൈശാഖ് പറഞ്ഞു. മാസപ്പടി കേസിൽ നിന്ന് മകളെ രക്ഷിക്കാൻ മുഖ്യമന്ത്രിയും CPM-ഉം RSS BJP നേതാക്കളും ചേർന്ന് ശ്രമിച്ചിട്ടും വീണ വിജയൻ പ്രതിയായത് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് ഒരു പണിയുമെടുക്കാതെ മുഖ്യമന്ത്രിയായ അച്ഛൻ്റെയും ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രിയുടെയും തണലിൽ 3 കോടിയോളം രൂപയാണ് വീണ വിജയൻ തട്ടിയെടുത്തത്. AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ വിലാസത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടും CPM ന്യായീകരിക്കുകയാണ്. പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടായിട്ടും വീണ പ്രതിയാവാതിരുന്നതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ BJP ബന്ധമാണ്. വീണ വിജയൻ്റെ തട്ടിപ്പ് പുറത്തുകൊണ്ടുവന്നത് മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള UDF നേതാക്കളാണ്. അഭിമാനമുള്ള CPM DYFI പ്രവർത്തകരും ഇടതുപക്ഷ ചിന്താഗതിക്കാരും പ്രതിപക്ഷ സമരത്തിൽ അണിചേരണമെന്നും വൈശാഖ് ആവശ്യപ്പെട്ടു. ഈ കേസ് SFIO അന്വേഷിച്ചതും ഈ കേസിൽ പ്രതിയായി വീണ വിജയൻ വരുന്നതും. പക്ഷേ ഈ പിണറായി വിജയനും CPM-ന്റെ നേതാക്കളും ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് ഇടതുപക്ഷത്തിനെതിരെ BJP-യും സംഘപരിവാറും എടുത്ത കേസാണ് എന്നാണ്. യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്, ഈ കേസ് കൃത്യമായി CPM-ന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ വീണ വിജയൻ പ്രതിയാവുന്നത്. അല്ലാതെ വീണ വിജയൻ ഈ കേസ് അന്വേഷണ ഘട്ടത്തിൽ തന്നെ പ്രതിയാവേണ്ട ആളായിരുന്നു. സാധാരണ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ പ്രതിയായി പ്രതി ചേർക്കപ്പെട്ട് പിന്നീട് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണ് ജാമ്യം ലഭിക്കുക. പക്ഷേ ഇവിടെ എന്താ, മുഖ്യമന്ത്രിയും സംഘപരിവാറിന്റെ നേതാക്കളും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇത് കുറ്റപത്രം സമർപ്പിക്കുമ്പോഴാണ് ഇവിടെ വീണ വിജയൻ പ്രതി ചേർക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഇത് CPM-ഉം അതുപോലെ BJP-യും തമ്മിലുള്ള അന്തർധാര സജീവമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ ഇപ്പൊ മാത്രം പ്രതിയായത്. ഈ കേസിൽ ആദ്യം ഫ്രെയിം ചെയ്യുമ്പോൾ തന്നെ പ്രതിയാവേണ്ട ആൾ, പ്രഥമ ദൃഷ്ട്യാ പ്രതിയാവേണ്ട ആൾ, അവരെ അന്ന് പ്രതി ചേർക്കാതെ അവർക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ട സൗകര്യം സംഘപരിവാർ ചെയ്തു കൊടുത്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് S. ജയഘോഷ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളായ രതീഷ് പുതുശ്ശേരി, വിനോദ് ചെറാട്, അജാസ് കുഴൽമന്ദം, ഗൗജ വിജയകുമാർ, സദ്ദാം ഹുസൈൻ, ശ്യാം ദേവദാസ്, വിപിൻ, നിഖിൽ കണ്ണാടി എന്നിവർ പ്രസംഗിച്ചു. ജലപീരങ്കി ഉപയോഗിച്ചിട്ടും പിരിഞ്ഞുപോകാൻ കൂട്ടാക്കാതിരുന്ന പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മുതുതലയിൽ കോൺഗ്രസ് പ്രതിഷേധം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ കോലം കത്തിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള എക്സാലോജിക് അഴിമതി അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് മുതുതല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തിയത്. തുടർന്ന് പിണറായി വിജയന്റെ കോലം കത്തിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KN സന്തോഷ് കുമാർ, രാജേന്ദ്രൻ മാസ്റ്റർ, KV മുഹമ്മദ് അലി, KV കബീർ, അലിമോൻ മുതുതല, അഷറഫ് പട്ടാമ്പി, K ഹക്കീം, MT സുരേഷ്, KP അഭിലാഷ്, S സുരേഷ് ബാബു, K പ്രശാന്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാർട്ടിക്ക് പണം സമാഹരിക്കാൻ ബാങ്കിൽ നിന്ന് കക്കേണ്ട ആവശ്യമില്ലെന്ന് K രാധാകൃഷ്ണൻ MP. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ CPM ജില്ലാ കമ്മിറ്റി ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്ന് EDയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും K രാധാകൃഷ്ണൻ പറഞ്ഞു. കേസിൽ K രാധാകൃഷ്ണനെ സാക്ഷിയാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതികരണം. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ പാർട്ടി DC ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്ന് EDക്ക് ബോധ്യമായിട്ടുണ്ടെന്ന് K രാധാകൃഷ്ണൻ MP പ്രതികരിച്ചു. കേസിൽ സാക്ഷിയാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതികരണം. അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് EDയാണ്. പാർട്ടിയിൽ നിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് അവർക്ക് ബോധ്യപ്പെട്ടു എന്നാണ് കരുതുന്നത്. പാർട്ടിക്ക് പണം സമാഹരിക്കാൻ ബാങ്കിൽ നിന്ന് കക്കേണ്ട ആവശ്യമില്ലെന്നും K രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇന്നലെയല്ല, കഴിഞ്ഞ 13-ാം തീയതി എല്ലാം പറഞ്ഞു. 13-ാം തീയതി പാർലമെൻറ്റ് നടക്കാൻ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അതിനുശേഷമാണ് അത് പിന്നീട് പാർലമെൻറ്റിലും അതുപോലെ പാർട്ടി കോൺഗ്രസും കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം നടക്കുന്നത്. 8-ാം തീയതി ചെല്ലാൻ പറഞ്ഞു. ഇന്നലെ പോയി അവർ ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി കൊടുക്കുന്നു. ഈ അന്തിമമായിട്ട് തീരുമാനം എടുക്കുന്നത് EDയാണ്. നമ്മൾ ഈ കാര്യത്തിൽ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി DC യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളത് കാര്യകാരണസഹിതം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ട് നമുക്കത് ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് K രാധാകൃഷ്ണന്റെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷമാണ് സാക്ഷിയാക്കാൻ ED തീരുമാനിച്ചത്. 7 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് സൂചന. K രാധാകൃഷ്ണൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന 2.5 വർഷത്തെ വിവരങ്ങളാണ് ED പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. ഈ കാലയളവിൽ കരിയന്നൂർ സഹകരണ ബാങ്കും CPMും നടത്തിയ ഇടപാടുകളുടെ വിവരങ്ങളും രാധാകൃഷ്ണനിൽ നിന്ന് ED ശേഖരിച്ചിട്ടുണ്ട്. ബ്രാഞ്ച് കമ്മിറ്റികളുടെ അക്കൗണ്ട് വിവരങ്ങളും ഇടപാടുകളും അറിയില്ലെന്നാണ് രാധാകൃഷ്ണൻ EDക്ക് നൽകിയ മൊഴി. ജില്ലാ കമ്മിറ്റിക്ക് കരുവന്നൂരിൽ അക്കൗണ്ടില്ലെന്നും രാധാകൃഷ്ണൻ EDക്ക് മുന്നിൽ വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട് K രാധാകൃഷ്ണനെ ഇനി വിളിപ്പിക്കില്ലെന്നാണ് വിവരം. കേസിൽ ഈ മാസം തന്നെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനാണ് EDയുടെ നീക്കം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കാലത്തിന്റെ ഗതിവേഗത്തിനൊപ്പം സഞ്ചരിക്കാത്ത തൊഴിലാളികൾ നാടിന്റെ ശാപമാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ. കോടതി വിധി അംഗീകരിക്കാതെയും നോക്കുകൂലി ആവശ്യപ്പെട്ടും കൊളപ്പുള്ളിയിലെ വ്യാപാരിയെ CITU തൊഴിലാളികൾ വേട്ടയാടുകയാണെന്നാരോപിച്ച് ഏകോപന സമിതി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബാബു കോട്ടയിൽ. CITU കിണറ്റിലെ തവളകളാണെന്നും ബാബു കോട്ടയിൽ ആക്ഷേപിച്ചു. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു, കാലാണപ്പെട്ടൊരു നോക്കുകൂലി കുളപ്പുഴയിൽ നിന്നും നിലനിൽക്കുന്നു, കുളപ്പുഴയിൽ നിന്നും നിലനിൽക്കുന്നു. അതിന്റെ പേരിൽ ഗുണ്ടായിസവും, ജീവന് നേരെ ഭീഷണിയോ. കോടതി വിധി അംഗീകരിക്കാതെയും നോക്കുകൂലി ആവശ്യപ്പെട്ടും വ്യാപാര സ്ഥാപനത്തെയും വ്യാപാരിയെയും ആക്രമിക്കുന്ന CITU തൊഴിലാളി യൂണിയന്റെ ഗുണ്ടായിസം ആരോപിച്ചാണ് വ്യാപാരികൾ കുളപ്പുള്ളിയിൽ പ്രതിഷേധ ധർണ നടത്തിയത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. CITU നിലപാടുകളെ രൂക്ഷമായ ഭാഷയിലാണ് ബാബു കോട്ടയിൽ വിമർശിച്ചത്. കാലത്തിന്റെ ഗതിവേഗത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയാത്ത തൊഴിലാളി സംഘടനയാണ് CITU എന്ന് ബാബു കോട്ടയിൽ ആരോപിച്ചു. വികസന വിരോധികൾക്ക് നാട്ടിലെ മാറ്റങ്ങൾ അറിയാൻ കഴിയില്ല. പണിയെടുത്ത് പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നവർ പോലും ഇവർക്ക് ബൂർഷ്വാസികളാണ്.
നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുകയും നോക്കുകൂലി ആവശ്യപ്പെടുകയും ചെയ്യുന്ന തൊഴിലാളി സംഘടന കിണറ്റിലെ തവളയെപ്പോലെയാണെന്നും ബാബു കോട്ടയിൽ ആക്ഷേപിച്ചു. നമ്മൾ നടത്തിയ ചർച്ചയിൽ ഹമീദ് ഉന്നയിച്ച ഒരു വാദമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്തിൽ നിന്നും നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചു. പക്ഷേ ഞാനും നിങ്ങളും ടിവിയിൽ കണ്ടു, ആ പേടകം അത് ക്രൈ മെഷീനിൽ അത് കൊളുത്താനുള്ള ആള് അത് ചുമട്ടു തൊഴിലാളി വേണമെന്ന. വെറുതെയല്ല നിങ്ങൾ വളരാത്തത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ചുമട്ടു തൊഴിലാളികൾ വളരാത്തത്? ഒറ്റ കാരണമേ ഉള്ളൂ, നിങ്ങൾക്ക് കാലത്തിന്റെ ഗതിവേഗത്തിനോടൊപ്പം നിൽക്കാൻ കഴിയുകയും ഈ നാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങളെ നിങ്ങൾക്കറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കമ്പ്യൂട്ടറിനെ എതിർത്തത്, അതുകൊണ്ടാണല്ലോ ട്രാക്ടറിനെതിരെ സമരം ചെയ്തത്. അന്നും നിങ്ങൾ എന്താ പറഞ്ഞത്? ഇവിടെ തൊഴിലുകൾ നഷ്ടപ്പെടുന്നു, തൊഴിലുകൾ നിഷേധിക്കുന്നു. അതേ വാദം കുളപ്പുള്ളിയിലും നിങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിൽ നിങ്ങൾ കിണറ്റിലെ വെറും തവളകൾ മാത്രമാണ് എന്ന് ഈ പൊതുസമൂഹം നിങ്ങളുടെ മുഖത്ത് കരിവാരി എറിഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തും. കാലത്തിന് വേഗതയിൽ അതിനോടൊപ്പം സഞ്ചരിക്കാൻ കഴിയാത്ത ആളുകൾ, ഈ നാടിന്റെ വികസനത്തെയും വേഗത്തെയും പുറകോട്ട് വലിക്കുന്നവർ, അവർക്കെതിരെ ഞങ്ങൾക്ക് ശബ്ദമുയർത്തേണ്ടി വരും. അവർക്കെതിരെ ഞങ്ങൾക്ക് തെരുവിൽ ഇത് വിളിച്ചു പറയേണ്ടി വരും. ഈ യാഥാർത്ഥ്യം അത് പറയുമ്പോ ഞങ്ങൾ ബൂർഷാസികളാണ്, ഞങ്ങൾ വലിയ സമ്പന്നരാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ കെ കെ ഹരിദാസ്, മുസ്തഫ മുളയങ്കാവ്, ടി പി ഷക്കീർ, ടി രമേഷ് ബേബി, ടി പി സക്കറിയ, സി വി ജെയിംസ്, ബാസിദ് മുസ്ലിം, കെ ചന്ദ്രൻ, ഷെയ്ഖ് ചിന്നാവ, വി പ്രജിത്ത്, എം പി എം മുസ്തഫ, സുന്ദർരാജ് കോങ്ങാട്, അരവിന്ദൻ തിരുവാഴയോട്, എം എസ് സിറാജ്, പി ബാലമുരളി, ഉമ്മർ കുളപ്പുള്ളി, ജയൻ കുളപ്പുള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂരിൽ റോഡിൽ അകപ്പെട്ട പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിച്ച യുവാവ് ലോറി ഇടിച്ചു മരിച്ചു. കാളത്തോട് സ്വദേശി 44 വയസ്സുള്ള സിജോ തിമോത്തിയാണ് മരിച്ചത്. മണ്ണുത്തി കാളത്തോട് റോഡിൽ ഇന്നലെ രാത്രി 9:30യോടെയായിരുന്നു അപകടം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. റോഡിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കുന്നതിനായി ബൈക്ക് നിർത്തി റോഡിലേക്കിറങ്ങിയപ്പോൾ അതുവഴി വന്ന ലോറി ഇടിക്കുകയായിരുന്നു. സിജോയെ തൃശൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ICDS ഒറ്റപ്പാലം അഡീഷണൽ ഷൊർണൂരിൽ നടപ്പാക്കുന്ന അംഗൻവാടി കം ക്രഷ് പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ പ്രഥമ അംഗൻവാടി കം ക്രഷാണ് ബുധനാഴ്ച പ്രവർത്തനം ആരംഭിച്ചത്. ഷൊർണൂർ ലക്ഷ്മീട് കോളനി അംഗൻവാടിയിലാണ് കം കൃഷ്ണ തുടക്കം കുറിച്ചത്. രാവിലെ 7:30 മുതൽ വൈകിട്ട് 7 മണി വരെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരുടെ 6 മാസം മുതൽ 3 വയസ്സുവരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ അംഗൻവാടി വർക്കറും ഹെൽപ്പറും ഉണ്ടാകുമെന്ന പ്രത്യേകതയുണ്ട്. അവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുന്നതിന് വേണ്ടിയാണ് ഈ ക്രഷ് സംവിധാനം ഏർപ്പെടുത്തിയത്. അതിന്റെ ഭാഗമായി ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ ആദ്യത്തെ ക്രഷിന്റെ ഉദ്ഘാടനമാണ് ഈ 74ാമത് അംഗനവാടിയിൽ വെച്ച് നിർവഹിക്കാൻ തീരുമാനിച്ചു. വാർഡ് 25 അത് മെമ്പർ കൃഷ്ണകുമാർ. നമ്മളിപ്പോ 6 മാസം മുതൽ 3 വയസ്സ് വരെ കഴിഞ്ഞാൽ 3 വയസ്സ് വരെ കഴിഞ്ഞാൽ പിന്നെ അംഗനവാടിയിലെ കുട്ടികൾക്ക് തുടരാനാണ്. അപ്പൊ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ, മാനസികപരമായ കാര്യങ്ങൾ, ശാരീരികമായുള്ള കാര്യങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് അവരെ ഭാവി പൗരന്മാരും പൗരികളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അംഗനവാടികൾ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ബാലവാടി എന്നാണ് പറഞ്ഞത്. ഇപ്പൊ 6 മാസം ആയ പ്രായമായ കുട്ടികളെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് സംരക്ഷിക്കുന്ന നടപടിയാണ് ഈ പദ്ധതിയിലൂടെ ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ജിഷ, കൗൺസിലർ T ലത എന്നിവർ സംസാരിച്ചു. CDPO PM ശ്രീജ സ്വാഗതവും അംഗൻവാടി വർക്കർ K സരള നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചിട്ടി തട്ടിപ്പ് നടത്തി പണവുമായി മുങ്ങിയ ഷൊർണൂർ സ്വദേശി അറസ്റ്റിൽ.
ഷൊർണൂർ ഹൈദ്രോസ് ലൈനിൽ 53 വയസ്സുള്ള രഞ്ജിത്താണ് പിടിയിലായത്. മൈത്രി എന്റർപ്രൈസസ് എന്ന സ്ഥാപനം നടത്തിയായിരുന്നു തട്ടിപ്പ്. ഷൊർണൂർ സ്വദേശിനി ഗീതയാണ് ചിട്ടിയുടെ കാലാവധി തീർന്നിട്ടും പണം നൽകാതിരുന്നതിനെ തുടർന്ന് 2023 രഞ്ജിത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. കേസെടുത്ത വിവരമറിഞ്ഞ പ്രതി മുങ്ങുകയായിരുന്നു. ആലപ്പുഴ കലവൂർ ഭാഗത്തുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. SI ഡേവി, ASI കെ അനിൽകുമാർ, സീനിയർ പോലീസ് ഓഫീസർമാരായ റിയാസ്, സജീഷ്, അജി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. NFP നേതൃത്വത്തിൽ ഷൊർണൂർ ഒറ്റപ്പാലം ഡിവിഷണൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. തൊഴിലാളി ദ്രോഹ നടപടികൾ ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പോസ്റ്റൽ P4 യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് P ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ ധർണ പോസ്റ്റൽ P4 യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് P ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം സൂപ്രണ്ടിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ജീവനക്കാരെ ദ്രോഹിക്കുന്ന നടപടികൾ വച്ചുപുറപ്പിക്കാനാകില്ല. ഇത്തരം നടപടികളുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ NFP ഒറ്റപ്പാലം ഡിവിഷൻ തുടർ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും P ശിവദാസ് വ്യക്തമാക്കി. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് മിസ്റ്റർ രമേശിന്റെ അല്ല എന്ന് പറയാനാണ് അവിടെ നമ്മൾ കൂടിയത്. നിങ്ങൾക്കൊരു സംശയം വേണ്ട. ഒരു രമേശിന്റെയും ഒരു അഡ്മിനിസ്ട്രേഷന്റെയും അല്ല. വെറും 3 കൊല്ലം ആ കസേരയിൽ ഇരുന്ന് മിണ്ടാതെ ഇറങ്ങിപ്പോവും. അടുത്ത ഡിവിഷനിൽ പോയി എങ്ങനെ കൊളവാക്കാന്ന് ചിന്തിക്കുന്ന ആളുകളാ. നമ്മളങ്ങനെയല്ല. സർവീസ് കയറിയാൽ ഏകദേശം 40 കൊല്ലം, ഇടിക്കാരൊക്കെ 45 കൊല്ലം വരെയുണ്ട്. 45 കൊല്ലവും ചില പോസ്റ്റ് ഓഫീസുകളിൽ നമ്മളൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഒറ്റപ്പാലം ഡിവിഷൻ P4 യൂണിയൻ പ്രതിനിധി സഞ്ജയ് കൃഷ്ണ, GDS യൂണിയൻ സെക്രട്ടറി P ബാലകൃഷ്ണൻ, ജയപാൽ, P3 സെക്രട്ടറി ബിജോയ് വാസു, P3 പ്രസിഡന്റ് V റജില തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 3 അംഗ കുടുംബം മരണപ്പെട്ടതോടെ അനാഥമായ വീട് ഇനി തെറാപ്പി സെന്റർ. മങ്കര 11-ാം വാർഡിലെ പടിഞ്ഞാറെ പരിശ്ശേരി പരേതനായ ഗുരുവായൂരപ്പന്റെ വീടാണ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് തെറാപ്പി സെന്ററാക്കി മാറ്റിയത്. 7 മാസങ്ങൾക്ക് മുമ്പാണ് ഗൃഹനാഥൻ ഗുരുവായൂരപ്പൻ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. 1 മാസം തികയും മുമ്പ് ഭാര്യയും മരിച്ചു. തുടർന്ന് ഭിന്നശേഷിക്കാരനായ മകൻ ഗോകുൽ ഒറ്റപ്പെട്ടതോടെ പഞ്ചായത്ത് ഇടപെട്ട് ഗോകുലിനെ എറണാകുളത്തെ പീസ് വാലി കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടതോടെ ഗോകുലും മരിച്ചു. ഇതേ തുടർന്ന് വീട് അനാഥമായതോടെയാണ് മങ്കര പഞ്ചായത്ത് ഏറ്റെടുത്തത്. ഗോകുലിൻ്റെ പേരിൽ ഗോകുൽ മെമ്മോറിയൽ തെറാപ്പി സെൻ്ററാക്കി മാറ്റാനാണ് തീരുമാനം. പറളി BRCയുടെ സഹകരണത്തോടെയാണ് തെറാപ്പി സെൻ്റർ പ്രവർത്തിക്കുക. പദ്ധതിക്കായി ജില്ലാ പഞ്ചായത്തും മങ്കര പഞ്ചായത്തും ഓരോ ₹1,00,000 അനുവദിച്ചിട്ടുണ്ട്. 12 കുട്ടികൾ ഇവിടെ തെറാപ്പി പരിശീലനത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. DPC അംഗീകാരം ലഭിച്ചാൽ മെയ് മാസത്തോടെ പ്രവർത്തനം തുടങ്ങുമെന്നും ജനങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണവും ഉണ്ടാകണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് അഭ്യർത്ഥിച്ചു. പറളി BRCയുമായി ബന്ധപ്പെടുകയും അതിന് ആവശ്യമായ കുട്ടികളെ നമുക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം 12ഓളം കുട്ടികളുടെ രക്ഷിതാക്കളുമായി യോഗം ചേരുകയും അതുമായി തുടക്കത്തില് ആഴ്ചയിൽ 1 ദിവസം എന്ന നിലയിൽ തെറാപ്പി സെന്റർ തുടങ്ങാനുള്ള ധാരണ ആയിട്ടുണ്ട്. സ്പീച്ച് തെറാപ്പിയും മറ്റ് തെറാപ്പികളുമാണ് ആദ്യം തുടക്കത്തിൽ 2 തെറാപ്പികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഇതിന് ആവശ്യമായ തുക പൂർണ്ണമായും സർക്കാരിൽ നിന്ന് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. 1,00,000 രൂപ മങ്കര ഗ്രാമപഞ്ചായത്തും 1,00,000 രൂപ ജില്ലാ പഞ്ചായത്തും വെച്ചുകൊണ്ട് 2,00,000 രൂപയാണ് ഇതിന്റെ തുടക്കത്തിന് വേണ്ടി സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. MN ഗോകുൽദാസിനൊപ്പം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV രാമചന്ദ്രൻ, EP രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം വിനോദ് എന്നിവരും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി കുടുംബങ്ങൾക്കുള്ള വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സതീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CR അനിത അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ, MR രജിത, C അനിത, S ഗീത എന്നിവർ സംസാരിച്ചു. 150 കുടുംബങ്ങൾക്കാണ് ടാങ്ക് വിതരണം ചെയ്തത്. 6 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. അസിസ്റ്റന്റ് സെക്രട്ടറി CY ഗ്ലോറിമോൾ സ്വാഗതവും
പ്ലാൻ ക്ലാർക്ക് വിജയകുമാർ നന്ദിയും പറഞ്ഞു. പൂക്കോട്ടുകാവിൽ ഡിവൈഎഫ്ഐ രക്തസാക്ഷി വിനീഷ് അനുസ്മരണം നടത്തി. പ്രകടനത്തിനു ശേഷം നടന്ന പൊതുയോഗം SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. അവരെ പലപ്പോഴായി അവരുടെ ജീവിത സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർക്കിടയിൽ ഹീനവും മനുഷ്യത്വ വിരുദ്ധവുമായ ആശയങ്ങൾക്ക് പ്രചരണം നൽകിക്കൊണ്ട് അവരെ ഹിറ്റ് ഗ്രൂപ്പുകളായി, ഒരുപക്ഷെ നമ്മുടെയൊക്കെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിച്ചാൽ കൊട്ടേഷൻ സംഘങ്ങളായി ഉപയോഗിച്ചാണ് RSS ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത്. അതിനവർക്ക് വ്യത്യസ്ത പേരുകളുണ്ട്. പ്രചാരകൻ, പ്രാന്തപ്രചാരകൻ, ശാഖകളിൽ വ്യത്യസ്ത ചുമതലയുള്ള ആളുകൾ. പൂക്കോട്ടുകാവ് സെൻട്രലിൽ നടന്ന വിനീഷ് അനുസ്മരണ യോഗത്തിൽ K. അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ, ജില്ലാ കമ്മിറ്റി അംഗം K. പ്രേംകുമാർ MLA, ഏരിയ സെക്രട്ടറി K. ജയദേവൻ, DYFI ബ്ലോക്ക് സെക്രട്ടറി MR അജിത് മോഹൻ, ബ്ലോക്ക് പ്രസിഡന്റ് KK ഗോപി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മിനി, AK ഷീലാദേവി, വിനീത്, മേഖലാ സെക്രട്ടറി ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം തോട്ടക്കരയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉച്ച മുതൽ കാണാതായ യുവതിക്കും മക്കൾക്കുമായി അന്വേഷണം തുടരുന്നു. തോട്ടക്കര സ്വദേശിനി ബാസിലയെയും 7 വയസ്സും 2 വയസ്സും പ്രായമുള്ള ആൺകുട്ടികളെയും കാണാതായത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ CCTV ക്യാമറയിൽ ഇവരെ കണ്ടതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ 94 96 012 964 എന്ന നമ്പറിലോ അറിയിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പാലക്കാട് കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ലാത്തിചാർജിൽ പ്രവർത്തകന്റെ തലയ്ക്ക് ഗുരുതര പരിക്ക്. പിരിഞ്ഞുപോകാൻ തയ്യാറാകാതിരുന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. മുഖ്യമന്ത്രിയെയും മകളെയും സംരക്ഷിക്കേണ്ടി വരുന്നത് CPM-ന്റെയും സർക്കാരിന്റെയും ഗതികേടെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി N. വൈശാഖ്. പാർട്ടിക്ക് പണം സമാഹരിക്കാൻ ബാങ്കിൽ നിന്ന് കക്കേണ്ട ആവശ്യമില്ലെന്ന് K. രാധാകൃഷ്ണൻ MP. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ CPM DC ഒരിടപെടലും നടത്തിയിട്ടില്ലെന്ന് EDയെ ബോധ്യപ്പെടുത്തി. അന്തിമ തീരുമാനം EDയുടേതാണെന്നും നിജസ്ഥിതി ഉദ്യോഗസ്ഥർക്ക് ബോധ്യമായിട്ടുണ്ടെന്നാണ് കരുതുന്നതെന്നും K. രാധാകൃഷ്ണൻ. പ്രതികരണം. കേസിൽ MPയെ സാക്ഷിയാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ച പശ്ചാത്തലത്തിൽ K. രാധാകൃഷ്ണനെ 7 മണിക്കൂർ ചോദ്യം ചെയ്തു. CITU തൊഴിലാളികളെ രൂക്ഷമായി വിമർശിച്ച് വ്യാപാരി നേതാവ് ബാബു കോട്ടയിൽ. കാലത്തിന്റെ ഗതിവേഗത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയാത്തവർ നാടിന്റെ ശാപം. കോട്ടക്കിണറിലെ തവളയ്ക്ക് ലോകമെന്നാൽ അതുമാത്രം. കോടതി വിധി അംഗീകരിക്കാതെയും നോക്കുകൂലി ആവശ്യപ്പെട്ടും CITU വ്യാപാരിയെ ദ്രോഹിക്കുകയാണെന്നാരോപിച്ച് കുളപ്പുള്ളിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ധർണ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.